മൈ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞാൻ കാറ്റലിസം ടീച്ചറാണ്. അതോടൊപ്പം തന്നെ മറ്റ് പല തൊഴിലിടങ്ങളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിലെ സൂപ്രണ്ടായാണ് ഞാൻ പിരിഞ്ഞത്. അപ്പോൾ ആ കാലത്തുള്ള കുറേ കാര്യങ്ങളും കൂടി നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനാവും. അതായത് 25 വർഷത്തെ സേവന പാരമ്പര്യമല്ല, 25 വർഷത്തെ സർവീസാണ് എൻ്റെ. ആ സർവീസിൽ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് വിങ്ങിലായാലും മിനിസ്ട്രി വിങ്ങിലായാലും. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഇതൊരു പേര് കാറ്റലിസം എനിക്കും എന്നതാണെങ്കിലും അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിലെ ഒട്ടനവധി കാര്യങ്ങളിലൂടെ നിങ്ങളിലേക്ക് വരികയാണ്. അത് എന്നെ പ്രൊമോട്ട് ചെയ്യാനല്ല, എനിക്ക് ആത്മപ്രശംസക്കല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ അനുഭവങ്ങൾ എന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഒരു ചാപ്റ്ററായി, ഒരു പാഠമായി നിങ്ങൾ കരുതിയെങ്കിൽ നന്നായിരിക്കും. അങ്ങനെയാവട്ടെ. ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വരികയാണ്. ദൈവത്തെ തേടിയുള്ള യാത്രയായിരുന്നു യുക്തിവാദിയായ നരേന്ദ്രനാഥ് ദത്ത എന്ന അദ്ദേഹം സ്വാമി വിവേകാനന്ദനിലേക്ക് എത്തിച്ചത്. നമ്മളെല്ലാവരും അറിയുന്നത് നരേന്ദ്രൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേരും കൂടി ചേർക്കുമ്പോഴാണ് ദത്ത വരുന്നത്. നരേന്ദ്രനാഥ് ദത്ത എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം യുക്തിവാദിയായതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ വേറുണ്ട്. ദൈവത്തിലെ വിശ്വാസം അദ്ദേഹം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. അതായത് ദൈവത്തെ കാണാനുള്ള ത്വരയായിരുന്നു. ദൈവത്തെ എവിടെയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ശ്രീരാമ പരമഹംസ ചെല്ലുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഗംഗാധര ചതോപാധ്യായ എന്നാണ്. ശ്രീരാമ പരമഹംസന്റെ യഥാർത്ഥ നാമം. ഒരിക്കല് ഇദ്ദേഹത്തെ ഒരു കലാശാലയിലേക്ക് വെച്ച് കണ്ടു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ ഒപ്പം കണ്ടു നരേന്ദ്രനാഥ്. പിന്നെ അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ ചെന്നപ്പോൾ കൂട്ടുകാരൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോ ഇദ്ദേഹം മുമ്പ് കണ്ടപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അങ്ങയെ വന്ന് കാണുന്നു. അപ്പോ പരമഹംസർ ചോദിച്ചൊരു കാര്യം എന്നാണ്, നീ എന്ത് താമസിച്ചു എന്നാണ്. ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടിയാണ് ഹംസൻ ചെയ്തത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്ഥിരം ചോദ്യം ചോദിച്ചു, എനിക്ക് ദൈവത്തെ കാണണം, ദൈവം എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോ പരമഹംസ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്റെ കണ്ണുകളിൽ ദൈവത്തെ കാണുമെന്നാണ് പറയുന്നത്. ഈശ്വരനെ കാണണമെന്ന് അതിയായി യോജിച്ചാൽ തീർച്ചയായും അവൻ ഈശ്വരനെ കാണാനാകും. ആദിമകാലം തൊട്ടുള്ള മനുഷ്യന്റെ യാത്ര അതായിരുന്നു. ദൈവത്തെ തേടിയുള്ളതായിരുന്നു. ദൈവമാകാനായിരുന്നു അവന്റെ യാത്രകളെല്ലാം. പല കണ്ടുപിടുത്തങ്ങളും അത് തന്നെയാണ് എന്ന് നമുക്ക് നോക്കിയാൽ അറിയാവുന്നതാണ്. അബ്രഹാമിക് മതങ്ങളുടെ ആദിമാതാവാണ് ഹവ്വ എന്ന് പറയുന്നത്. ആദിമകാലം തൊട്ടുള്ള മനുഷ്യരുടെ ദൈവത്തെ തേടിയുള്ള യാത്രയുടെ ചെറിയൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്. ഹവ്വ ഏദൻ തോട്ടത്തിൽ ഇങ്ങനെ നടക്കുന്ന സന്തോഷകരമായിട്ട് നടക്കുന്ന സമയത്താണ് ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ സാത്താൻ ഹവ്വയെ സമീപിക്കുന്നത്. ഒരു പഴം നൽകിക്കൊണ്ട്, നമ്മൾ ആപ്പിളാണെന്നൊക്കെ പറയുക, ഒരു മാധുര്യമേറിയ ഒരു പഴം നൽകിക്കൊണ്ടാണ് ആ പ്രലോഭനം നടത്തുന്നത്. അതിൽ പറയുന്ന പ്രലോഭനം കൂടിയാണ്, നീ ദൈവത്തെ പോലെ ആകും എന്നാണ് പറഞ്ഞത്. അതനുസരിച്ചാണ് അദ്ദേഹം ആ കനി കഴിക്കുന്നത്. നമ്മൾ വിഷക്കനി എന്നൊക്കെ പറയും, അറിവിന്റെ വൃക്ഷമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്.
ദൈവത്തെ പോലെ ആകാനുള്ള ആഗ്രഹമാണ് അവൾ ആ പഴം കഴിച്ചത്. അപ്പൊ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആദവും ഹവ്വയ്ക്കും മുമ്പുള്ളതിനെ പറ്റി നമുക്കറിയില്ല. അപ്പൊ ദൈവത്തെ പോലെ ആകാനുള്ള ഒരു പ്രലോഭനം ഉണ്ടായി, അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ഹവ്വ അധികം അറിയുന്നില്ല, ആ ദൈവത്തെ അറിയുന്നില്ല എന്താണ് അദ്ദേഹം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ആദം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല എല്ലാ ഡീറ്റെയിൽസും. നമ്മൾ കണ്ടുപിടുത്തൽ സാധീകരിക്കുന്നവരെയും പറഞ്ഞു, ഇതിലേക്ക് സാധീകരിക്കുന്നതാണ്. ദൈവത്തിലുള്ള യാത്രകളിൽ ഈശ്വര സാക്ഷാത്കാരം നേടിയവർ അനേകരാണ്, ലക്ഷങ്ങളാണ്, കോടികളാണ്. നമ്മുടെ പല തീർത്ഥാടനങ്ങളും അത് ശരിവയ്ക്കുന്നതാണ്. 2008 ഞാൻ എക്സിക്യൂട്ടീവ് വിങ്ങിൽ നിന്നും ഒരു എക്സാമിനോ ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനോടെ ക്യാഷറായി ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് അരൂര്, ഞാൻ താമസിക്കുന്ന സ്ഥലം അരൂരാണ്. ആലപ്പുഴ ജില്ലയിൽ വടക്കേക്കര, കൊച്ചിയിലെ ഗേറ്റ് എന്ന് പറയാം. അപ്പോ അരൂരിന്റെ തെക്കേ അറ്റം എന്ന് പറയാൻ പറ്റില്ല, തെക്കേറ്റം കൃഷ്ണപുരമാണ്. അതിനിടക്കാണ് ഹരിപ്പാട്. ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ ദൂരമാണ് അങ്ങോട്ടേക്കുള്ളത്. അപ്പൊ 8 മണിക്ക് ചെല്ലണം. അവിടുത്തെ ടൈം, ക്യാഷിന്റെ ടൈം 8 മണിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യനിഷ്ഠ മെയിനാണ്. ഒരു ക്യാഷിനെ സംബന്ധിച്ചിടത്തോളം കൃത്യനിഷ്ഠയാണ്. അന്ന് 8 മണി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 7:30 ചെല്ലും. ഈ 7 മണിക്ക് ചെല്ലുമ്പോൾ ഒരു കാര്യമുണ്ട്. ക്യാഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മണിക്കാണെങ്കിലും ഞാൻ 7:30 എന്നാൽ 7:30 സ്റ്റാർട്ട് ചെയ്തിരിക്കും എന്റെ കൗണ്ടർ. അങ്ങനെ കൗണ്ടറിന് ഓരോ ദിവസത്തെ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഒരു മനുഷ്യൻ തന്റെ തോർത്തായിരിക്കാം, കാവിലുണ്ട്. ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്, വളരെ പ്രശസ്തമായ ക്ഷേത്രം ഹരിപ്പാടില്ല. അപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ തൊഴാൻ വേണ്ടി പോകുന്ന വെളുപ്പിനാണ്. ഈ മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടാവും എന്നെ ക്യാഷ് വെച്ചിട്ട് പോകണമെന്ന്. അപ്പൊ അദ്ദേഹം പിന്നീട് പറഞ്ഞു തനിക്ക് ഒരു ഉൾവിളി ഉണ്ടായെന്നാണ് പറഞ്ഞത് കൗണ്ടറിലേക്ക് വരാൻ. അങ്ങനെ അദ്ദേഹം കറണ്ട് ഗ്യാസ് വെക്കാനായിട്ട് വരികയാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ കൗണ്ടർ തുറക്കുകയാണ്. തുറക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എപ്പോഴും തുറക്കാറുള്ളത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി കാണണം. അദ്ദേഹം മുന്നേ തന്നെ തോന്നാണ് അരക്കി കെട്ടി തന്റെ മുണ്ട് മടക്കി കുത്തിയിരിക്കുന്നത് അതടിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ തൊഴുകയാണ്. തൊഴുതിട്ട് ഇങ്ങനെ വളരെ നന്നായിട്ട് തൊഴുത്ത ശേഷം എന്നെ വന്നിക്കണം. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഞാനപ്പോ തന്നെ ഞാൻ എഴുന്നേറ്റാണ്. കൗണ്ടറിൽ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിനെ തൊഴുതു ഞാൻ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് എന്നെ തൊഴുതുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ ഇരിക്കുന്ന ഇടമെന്ന് പറയുന്നത് ദൈവത്തിന്റെ കാരുണ്യമാണ്. ഞാൻ ഇരിക്കുന്ന ഇടമെന്ന് പറയുന്നത് എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രഖ്യാപിക്കുക. അത് ഇവിടെയല്ല, എവിടെയാണ്. അപ്പോ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പ്രഖ്യാപിക്കുക എന്ന് ഞാൻ പറഞ്ഞു. നമ്മെ കരുതുന്ന ദൈവത്തിന്റെ കാരുണ്യമാണ് നാം ഇരിക്കുന്ന ഇടം തന്നെ. അപ്പൊ ഞാൻ കുറിച്ച് വരയ്ക്കുന്നത് എന്റെ നെറ്റിയിലും ചുണ്ടിലും ഹൃദയത്തിലുമുള്ള കുരിശടയാളങ്ങളാണ്. അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ കൈനീട്ടി കരുണയാസിന് വേണ്ടിയിട്ടായിട്ട്. അപ്പോ അദ്ദേഹം ചെയ്തത് ഇങ്ങനെയാണ്. എന്റെ കൈകൾ ഇങ്ങനെ കൂപ്പി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുണ്ടിൽ സ്പർശിക്കുകയാണ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, എന്താ ഇങ്ങനെ? അപ്പൊ പറയാണ്, ഞാൻ ക്ഷേത്രത്തിലേക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ കാണാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയെ ഞാൻ ഇവിടെ കണ്ടു, ഈശ്വരനെ ഞാൻ സാറിൽ കണ്ടു. യഥാർത്ഥ ഈശ്വര വിശ്വാസമുള്ള ഒരാളെ കാണുന്നത് ഈശ്വര ദർശനം തന്നെയാണ് സാറ് എന്ന് അദ്ദേഹം പറയാം. അദ്ദേഹം ക്ഷേത്രത്തിൽ പോകുന്ന മതിയാക്കി
പോവുകയാണ്. അപ്പൊ ഈ ചിന്തയിലേക്ക് വന്ന ഇത് തന്നെയാണ് ശ്രീരാമ പറയുന്ന ഹംസയുടെ വാക്കുകളാണ് എന്നിലേക്ക് എത്തിയത്. അദ്ദേഹം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഒരു ഉൾവിളിയാണ് തന്നെ ഇങ്ങോട്ട് എത്തിച്ചത് എന്നാണ് പറയുന്നത്. എന്റെ ഇദ്ദേഹത്തിന്റെ സ്പർശനത്തില് എന്റെ മനസ്സും ശരീരവും ദൈവിക നിറവിൽ പൂത്തുകയായിരുന്നു. ഈ ഗൂസ് ബംസ് ഒക്കെ പറയില്ലേ, രോമാഞ്ചം, അതായിരുന്നു. ഇത് വല്ലാത്തൊരു അനുഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പ്രിയരെ, ദിവസേന നാം കണ്ടുമുട്ടുന്നവരിൽ ദൈവത്തെ ദർശിക്കുകയാണെങ്കിൽ നമ്മിൽ നിറയുന്നത് നന്മയായിരിക്കും. മനസ്സ് ശുദ്ധമാക്കാതെയുള്ള, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള നിത്യതയുള്ള ആരാധനാലയങ്ങളെ സന്ദർശിക്കുന്നതല്ല പുണ്യം. ചില മനുഷ്യരെ ഞാൻ കാണാറുണ്ട്. എല്ലാ ദിവസവും അവൻ പള്ളിയിൽ പോകും, അമ്പലത്തിൽ പോകും, മോസ്കിൽ പോകും. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, ചില മനുഷ്യര് നന്നായിട്ട് പെരുമാറാത്തവര്, വളരെ മോശമായി പെരുമാറുന്നവര്, അങ്ങനെ ഒത്തിരി പേര് നമ്മള് ദേവാലയങ്ങളുടെ മുന്നിൽ കാണാം, പള്ളികളിൽ പോകുമ്പോൾ കാണാം. ഞാൻ പണ്ടൊക്കെ അമ്മച്ചിയോടൊപ്പം പോകുമ്പോൾ ചില അമ്മായിമാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. ആ അമ്മായിമ്മക്ക് എന്തൊക്കെ ഭക്തിയില വന്നതെന്നറിയാം, പള്ളിയിൽ എത്ര സ്നേഹത്തിലാണ് പോകുന്നതെന്നറിയാം. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്താണിത്, ഇവിടെ എത്ര പ്രശ്നങ്ങളാണ് വീട്ടില്? ആ മരുമോടെ എന്നിടത്തല്ല അപ്പനോട് ഭയങ്കര പ്രശ്നമാണ്. ആ സ്ത്രീയാണോ ഇത് കുമ്പസാരം സ്വീകരിച്ചു പോകുന്നത്? അപ്പോ അമ്മച്ചി പറഞ്ഞ കാര്യം ഇതാണ്, അവര് കുമ്പസാരിച്ചിട്ടാണ് മോനെ. അതെ, ഈ തെറ്റായ രീതിയിൽ ജീവിക്കുന്നവർക്ക് ഒരു അത്താണിയായി മാറിയാണ് കുമ്പസാരം. ആ കുമ്പസാരമാണ് അവര് ദേവാലയങ്ങളുടെ വാതിലുകൾ തുറന്നിരുന്നത്. അതുപോലെ ഹൈന്ദവ സമയത്ത് ഗംഗാസ്നാനമാണ്, അല്ലെ ഗംഗയിൽ കൊണ്ടുവരുന്ന വെള്ളം തളിക്കുമ്പോഴാണ് താൻ വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്ന് വെച്ച്, അല്ലെങ്കിൽ താൻ കുളിച്ചു കഴിയുമ്പോൾ താൻ പൂർണ്ണമാകുന്നത് വിചാരിക്കുന്നു. മുസ്ലിംസ് ആണെങ്കിൽ ഓർമ്മെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് എന്താണ്, തന്റെ കയ്യും കാലും ശരീരവും 3 പ്രാവശ്യം ഒഴിച്ച് ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പരിശുദ്ധനായിരുന്നില്ല. അതൊന്നുമല്ല, മനസ്സിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള സന്ദർശനം അല്ലാതെ പുണ്യമായി മനസ്സിൽ പാപചിന്തകളുടെ ഒരു കണിക പോലും ഇല്ലാത്തവർ, മറ്റുള്ളവരിൽ നന്മയുടെ മുകുളങ്ങൾ സൃഷ്ടിക്കുന്നവരെ ആകുന്നവരാവണം എപ്പോഴും ദൈവത്തെ കണ്ടുമുട്ടേണ്ടവർ. ദൈവിക ദർശനത്തിന് മറ്റുള്ളവരെ തന്നെ ദർശിക്കാനാണ്, മറ്റുള്ളവരെ തന്നെ ദൈവത്തെ ദർശിക്കാനാണ് ദൈവം എന്ത് ചെയ്തത്? തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഞാൻ എന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആദത്തിനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തെ തന്നെയാണ് നാം വഴിയിൽ കാണുന്നത്. എവിടെയും കാണുന്നത് ദൈവത്തെയാണ്. ദൈവത്തിന്റെ മുഖമാണ്, ദൈവത്തിന്റെ രൂപമാണ്. ആ രൂപത്തെ കണ്ടിട്ട് വേണം. പക്ഷേ ആ ദൈവത്തിന്റെ രൂപത്തിൽ നാം സാത്താനെ കാണുന്നത്, സാത്താന് വേണ്ടിയിട്ടാവരുത് ആ ദൈവത്തിൽ തേടേണ്ടതും ദൈവത്തിൽ ആഴ്ന്നിറങ്ങേണ്ടതും. അപ്പൊ ദൈവത്തിന്റെ ആ സൃഷ്ടിയുടെ ലക്ഷ്യം നിങ്ങൾക്ക് പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് എന്റെ ചിന്തയാണ്. കാരണം ഇങ്ങനെയായിരിക്കും എന്നത് നാം ഇന്ന് കണ്ടുമുട്ടിയവർക്കായി പാപചിന്തകളൊന്നുമില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസവും ദൈവത്തിൻ്റെത് മാത്രമാക്കാം, ദൈവത്തിന് വേണ്ടിയാക്കാം. നമ്മെ തന്നെ ആദ്യം വിശുദ്ധീകരിക്കാം. അതിലൂടെ മറ്റുള്ളവർ, നമ്മളുടെ മനസ്സ്, നമ്മുടെ വാസസ്ഥലം അവിടെ സാത്താന്റെ ഇരിപ്പിടമാക്കരുത്. ദൈവത്തിന് വസിക്കാൻ ഇടമാക്കണം, ദൈവത്തിന്റെ ഇരിപ്പിടമാക്കണം നമ്മുടെ ഹൃദയം. എന്നും ദൈവാനുഗ്രഹങ്ങളുടെ തന്നെയാണ്. എവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്.